ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നാഗങ്ങൾ പ്രത്യക്ഷ ദൈവങ്ങളാണ്. നാഗാരാധനയ്ക്ക് പേരുകേട്ട കേരളത്തിലെ ആദ്യത്തെ 5 ക്ഷേത്രങ്ങളിൽ ഒന്നിനെക്കുറിച്ച് പറയാം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശക്തി സാന്നിധ്യം എന്ന് വിശ്വാസം. അതാണ് ആമേട സപ്തമാതൃക്ഷേത്രം. സപ്തമാതൃക്കളെ പ്രധാനമായി പ്രതിഷ്ഠിച്ച കേരളത്തിലെ അപൂർവ നാഗക്ഷേത്രം എന്ന ഖ്യാതി എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലുള്ള ആമേട ക്ഷേത്രത്തിനാണ്. നാഗരാജാവ്, നാഗേക്ഷിക്കാവിലെ ഭഗവതി എന്നിവയാണ് ഉപപ്രതിഷ്ഠകൾ. കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിന് 3 നടകളുണ്ട്. 4 അമ്പലത്തിനുള്ളിലാണ് പ്രധാന ശ്രീകോവിൽ. പ്രദക്ഷിണ വഴിയിൽ ക്ഷേത്രത്തിന് തെക്കുഭാഗത്തായി ഒരു പാലമരമുണ്ട്. അതിനു ചുറ്റും അനേകം നാഗപ്രതിമകളും കാണാൻ സാധിക്കും. കേരളത്തിൽ ഭൂരിഭാഗം ഇടങ്ങളിലും സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായതോടെയാണ് എല്ലായിടത്തും സ്ഥലം കുറവ് വന്നതും അത്തരം ഇടങ്ങളിൽ നിന്ന് സർപ്പപ്രതിഷ്ഠ മാറ്റി ആവാഹിച്ച് ആമയുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഓരോ വർഷവും ഇത്തരത്തിൽ ആമയുടെ ക്ഷേത്രത്തിൽ എത്തുന്നത് 100 കണക്കിന് പ്രതിഷ്ഠകളാണത്രേ. പ്രദക്ഷിണ വഴിയിൽ പടിഞ്ഞാറ് ഭാഗത്തായാണ് നാഗരാജാവിന്റെ പ്രതിഷ്ഠ. വടക്കുഭാഗത്ത് സാമൂതിരി രാജവംശത്തിൽപ്പെട്ട വെട്ടത്ത് നാട്ടിലെ പരദേവതയായ വിഷ്ണുവിനെ ഉപദേവനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് വിശാലമായ ആമയുടെ ഗോശാല. ക്ഷേത്രത്തിലെ പൂജയ്ക്കും വഴിപാടിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ശുദ്ധമായ പാൽ മാത്രമേ ഉപയോഗിക്കാവൂ. പഴയ ആമയുടെ സപ്തമാതൃക ക്ഷേത്രത്തിനു പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. പരശുരാമൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹം ക്ഷേത്രം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെത്തിയത്രേ. സൂര്യാസ്തമയ സമയമായിരുന്നു. സന്ധ്യാവന്ദനം നടത്താൻ അദ്ദേഹം തടാകത്തിലേക്ക് കാലെടുത്തു വെച്ചു. ആചാരം നടത്തുന്നതിനിടയിൽ തടാകത്തിന്റെ മധ്യത്തിൽ ഒരു പ്രകാശ സ്രോതസ് അദ്ദേഹം കണ്ടു. അതിൽ ജിജ്ഞാസ തോന്നിയ അദ്ദേഹം തടാകത്തിലേക്ക് നടന്ന് അതിന്റെ മധ്യത്തിലെത്തിയത്രേ. സപ്തമാതൃകകൾ ഒരു ആമയുടെ മുകളിൽ തടാകത്തിലൂടെ സഞ്ചരിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ പ്രകാശത്തിന് പിന്നിലെ കാരണം അദ്ദേഹം കണ്ടെത്തി. പക്ഷെ ആമയുടെ കടന്നുവരവ് അസ്വസ്ഥമായതിനാൽ അത് കൂടുതൽ നീങ്ങിയില്ല. ആമയുടെ ചലനം നിലച്ചത് ആമനിലയിടം എന്ന സ്ഥലത്താണ്. പിന്നീട് ആ പേര് ആമേഡ എന്നായി. സപ്തമാതൃക്കളുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച പരശുരാമൻ ആമ നിൽക്കുന്ന സ്ഥലത്ത് അവർക്കായി ഒരു വലിയ ക്ഷേത്രം പണിതു. അങ്ങനെയാണ് ആമേഡ സപ്തമാതൃക ക്ഷേത്രത്തിന് ആ പേര് ലഭിച്ചു. 7 അമ്മമാരാണ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതെന്നും പറയുന്നതെന്തും ഇവർ സാധിച്ചു നൽകുമെന്നും തേടിയെത്തുന്ന ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. സന്താനഭാഗ്യം, ഉദ്യോഗലബ്ധി, മംഗല്യസിദ്ധി ഇതിനൊക്കെ ആമയുടെയിലെത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി ഏറുകയാണ്. സപ്തമാതൃക്കൾ എന്ന സങ്കല്പം സാത്വിക, രാജസ, താമസ സ്വരൂപത്തിലുള്ള എല്ലാ ശക്തിയുടെയും പ്രതീകമാണ്. സൃഷ്ടിസ്ഥിതി സംഹാരവും സമൃദ്ധി, സുഖ, ഐശ്വര്യവും പ്രപഞ്ചലയനവുമെല്ലാം സപ്തമാതൃക്കളിൽ അടങ്ങുന്നു. ഈ മൂർത്തികൾ അത്ഭുതകരമായ ശക്തിവിശേഷം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. കൊടുങ്ങല്ലൂർ, തിരുമാന്താംകുന്ന് തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഇവർക്ക് പ്രത്യേക പൂജകളും ആചാരങ്ങളുമുണ്ട്. ശൈവ, വൈഷ്ണവ തുടങ്ങി മിക്ക ക്ഷേത്രങ്ങളിലും തെക്കേ നടയിൽ ഒരു നീളൻ കല്ലിൽ 9 കൊച്ചു ബലിക്കല്ലുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ മൂർത്തികളെ പൂജിക്കുന്നതിനാണ്. സപ്തമാതൃക്കൾ വീരഭദ്രൻ, ഗണപതി എന്നിവരെയാണ് 9 കല്ലുകളിലായി പൂജിക്കപ്പെടുന്നത്. അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇവരുടെ സാന്നിധ്യമുണ്ട് എന്നർത്ഥം. സപ്തമാതൃക്കളെ എന്നും സ്തുതിച്ചാൽ ജീവിത വിജയം, അളവറ്റ ഭാഗ്യം എന്നിവ ഉണ്ടാവുകയും ശക്തമായ ദോഷ ദുരിതങ്ങൾ അകലുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മസ്.